നമസ്കാരം. നാടിന്റെ ഉത്സവമായി മാറിയ എൻ്റെ കേരളം പ്രദർശന വിപണന മേളകൾക്ക് സംസ്ഥാനത്തുടനീളം ആവേശകരമായ പരിസമാപ്തി. നാടിന്റെ വികസന ഗാഥയും ക്ഷേമപ്രവർത്തനങ്ങളും സാംസ്കാരിക തനിമയും ഒരു ക്യാൻവാസിൽ എന്ന പോലെ ജനങ്ങളിലേക്ക് എത്തിച്ച ഈ മേളകൾ ജനപങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി. പത്തനംതിട്ട ജില്ലയിലും മേളയ്ക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. മെയ് 16 മുതൽ 22 വരെ പത്തനംതിട്ട ശബരിമല ഇടത്താവളത്തിൽ നടന്ന എൻ്റെ കേരളം മേള നാടിൻ്റെ ഉത്സവമായി മാറി. ആ മേളയുടെ പ്രധാന കാഴ്ചകളിലൂടെയും അനുഭവങ്ങളിലൂടെയും നമുക്കൊരു യാത്ര നടത്താം. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായാണ് പത്തനംതിട്ട ശബരിമല ഇടത്താവളം എൻ്റെ കേരളം മേളയ്ക്ക് ആതിഥേയത്വം വഹിച്ചത്. ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് മേളയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റയം ഗോപകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ MLA-മാരും മറ്റ് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ശബരിമല ഇടത്താവളത്താണ് പത്തനംതിട്ടയിലെ എൻ്റെ കേരളം പ്രദർശന വിപണനമേള നടക്കുന്നത്. മന്ത്രി വീണ ജോർജ് പ്രദർശന വിപണനമേള ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ MLA-മാരും ജനപ്രതിനിധികളും പങ്കെടുത്തു. സർക്കാർ സംവിധാനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്, സേവനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്, ആ സേവനങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ഗുണഫലം ജനങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടി കൂടിയാണ് എൻ്റെ കേരളം പ്രദർശന വിപണനമേള സംഘടിപ്പിച്ചത്. കേരളം കൈവരിച്ചിരിക്കുന്ന നേട്ടങ്ങൾ, ആധുനിക സാങ്കേതിക വിദ്യ, കാർഷിക പ്രദർശന വിപണനമേള, കായിക വിനോദ പരിപാടികൾ തുടങ്ങിയവ മേളയുടെ ഭാഗമാണ്. 71,000 ചതുരശ്ര അടി വിസ്തൃതിയിൽ അത്യാധുനിക ജർമ്മൻ ഹാങ്കറിലാണ് മേള ഒരുക്കിയിരുന്നത്. പൂർണ്ണമായും ശീതീകരിച്ച 188 സ്റ്റാളുകളാണ് മേളയിലുണ്ടായിരുന്നത്. കേരളം കൈവരിച്ച നേട്ടങ്ങൾ, ആധുനിക സാങ്കേതിക വിദ്യ, കാർഷിക പ്രദർശന വിപണന മേള, കായിക വിനോദ പരിപാടികൾ, സാംസ്കാരിക സന്ധ്യകൾ എന്നിവയെല്ലാം മേളയുടെ ഭാഗമായി. രാവിലെ 10 മുതൽ രാത്രി 9 വരെയായിരുന്നു മേള. പ്രവേശനം സൗജന്യമായിരുന്നു. സർക്കാരിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച മേളയിൽ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ സ്റ്റാൾ പ്രധാന ആകർഷണമായിരുന്നു. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തെ സുപ്രധാന നാഴികക്കല്ലുകളും 1ാം പിണറായി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ മുതലുള്ള പ്രധാന ചുവടുവെപ്പുകളുടെ ഫോട്ടോകളും ഉൾപ്പെടെയുള്ള പ്രദർശനമാണ് PRD സ്റ്റാളിൽ സന്ദർശകരെ സ്വീകരിച്ചത്. കേരളം ഈ കാലയളവിൽ കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചുള്ള ലഘുവിവരണങ്ങളും പത്തനംതിട്ട ജില്ലയുടെ വികസന കുതിപ്പും ഇവിടെ അടുത്തറിയാൻ സാധിച്ചു. ഫോട്ടോ കോർണറും സെൽഫി കോർണറും സ്റ്റാളിന് മാറ്റുകൂട്ടി. പിണറായി വിജയൻ സർക്കാർ 10ാം വർഷത്തിലേക്ക് പുരോഗതിയുടെ നവകേരളം സാധ്യമാക്കി. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികം. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് പത്തനംതിട്ട ശബരിമല ഇടത്താവളത്തിൽ വെച്ച് നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണനമേളയിൽ സന്ദർശകരെ സ്വാഗതം ചെയ്യുന്നത് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പിന്റെ സ്റ്റാളാണ്. 1ാം പിണറായി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ മുതൽ പ്രധാന ചുവടുവെപ്പുകളുടെ ഫോട്ടോകൾ വരെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കേരളം ഈ കാലയളവിൽ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളുടെ ചെറുവിവരങ്ങൾ എല്ലാം ഒരു കുടക്കീഴിൽ എന്ന പോലെ സന്ദർശകർക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം. പത്തനംതിട്ട ജില്ല കൈവരിച്ച നേട്ടങ്ങളുടെ വിവരങ്ങളും സ്റ്റാളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഫോട്ടോ കോർണറും സെൽഫി കോർണറും സ്റ്റാളിൽ സന്ദർശകരെ കാത്തിരിക്കുന്നുണ്ട്. ഊർജ മേഖലയിലെ നൂതന മുന്നേറ്റങ്ങൾ പരിചയപ്പെടുത്തുന്നതായിരുന്നു KSEBയുടെ സ്റ്റാൾ. പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്ത് നിർമ്മാണം പുരോഗമിക്കുന്ന
ഗ്യാസ് ഇൻസുലേറ്റഡ് സ്വിച്ച് ഗിയർ സബ്സ്റ്റേഷന്റെ മാതൃക KCB സ്റ്റാളിലെ പ്രധാന ആകർഷണമായിരുന്നു. ഇത് ജില്ലയിലെ വൈദ്യുതി വിതരണ സംവിധാനത്തിന് വലിയ മുതൽക്കൂട്ട് ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പഴയതും പുതിയതുമായ റീഡിംഗ് മെഷീനുകൾ, വിവിധ തരം വൈദ്യുതി കമ്പികൾ എന്നിവയുടെ പ്രദർശനവും വൈദ്യുതി സംബന്ധമായ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനുള്ള ഹെൽപ്പ് ഡെസ്കും ഇവിടെ ഒരുക്കിയിരുന്നു. മുല്ലപ്പെരിയാർ ഡാമിന്റെ കാഴ്ചകൾ സമ്മാനിക്കുന്ന വെർച്വൽ റിയാലിറ്റി സംവിധാനവും സന്ദർശകർക്ക് നവ്യാനുഭവമായി. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് പത്തനംതിട്ട ശബരിമല ഇടത്താവളത്തിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണനമേളയിലാണ് പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്ത് നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന ഗ്യാസ് ഇൻസുലേറ്റഡ് സ്വിച്ച് ഗിയർ സബ്സ്റ്റേഷന്റെ മാതൃക പ്രദർശിപ്പിച്ചിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിലെ വൈദ്യുതി വിതരണ സംവിധാനത്തിന് വളരെയധികം മുതൽക്കൂട്ടായി മാറുന്നതാണ് ഈ സബ്സ്റ്റേഷൻ. ഇവ കൂടാതെ പഴയതും പുതിയതുമായ റീഡിംഗ് മെഷീനുകൾ, വൈദ്യുതിക്കായി പോസ്റ്റുകളിൽ ഉപയോഗിക്കുന്ന വിവിധതരം കമ്പികൾ എന്നിവയുടെ പ്രദർശനവും സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട്. വൈദ്യുത സംബന്ധമായ സംശയങ്ങളെ ദൂരീകരിക്കുന്നതിനുള്ള ഹെൽപ്പ് ഡെസ്ക് സംവിധാനവും സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട്. ഗൂഗിൾ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ കൂടി ഇടുക്കി ഡാമിനെ ശരിക്കും നമുക്ക് പൂർണ്ണമായിട്ടും കാണത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനം വളരെ അട്രാക്റ്റീവ് ആണത്. ഇടുക്കി ഡാം അതിന്റെ പൂർണ്ണമായ അതിന്റെ സമീപപ്രദേശങ്ങളിലുള്ള അതിന്റെ പൂർണ്ണമായ ഒരു വിഷൻ അതിൽ കൂടെ നമുക്ക് കാണാൻ പറ്റും. വളരെ ഇൻഫോർമേറ്റീവ് ആണ്. മുല്ലപ്പെരിയാർ ഡാമിന്റെ മനോഹാരിതയും ആഴവും പരപ്പും കാണാനായി വെർച്വൽ റിയാലിറ്റി സിസ്റ്റവും സ്റ്റാളിൽ സന്ദർശകർക്കായി ഒരുക്കിയിട്ടുണ്ട്. സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തെ മുന്നേറ്റങ്ങളും യുവതലമുറയുടെ കണ്ടുപിടുത്തങ്ങളും മേളയിൽ ശ്രദ്ധേയമായി. കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്റ്റാളിൽ ജില്ലയിലെ പോളിടെക്നിക് വിദ്യാർത്ഥികൾ വികസിപ്പിച്ച പുതിയ പ്രൊജക്ടുകളാണ് പ്രദർശിപ്പിച്ചത്. ജില്ലയിലെ സർക്കാർ എയ്ഡഡ് പോളിടെക്നിക് കോളേജുകൾ സംയുക്തമായാണ് ഈ പ്രദർശനം ഒരുക്കിയത്. കുറഞ്ഞ ചിലവിൽ ഏത് സാധനത്തിന്റെയും മാതൃക നിർമ്മിച്ചെടുക്കാവുന്ന 3D പ്രിന്റർ സ്റ്റാളിലെ പ്രധാന ആകർഷണമായി. സോളാർ പാനൽ വൃത്തിയാക്കാനുള്ള ഉപകരണം, വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനങ്ങൾ തുടങ്ങിയവ വിദ്യാർത്ഥികളുടെ സാങ്കേതിക മികവിന് ഉദാഹരണങ്ങളായി. ഈ പ്രൊജക്ടുകൾക്ക് മികച്ച പ്രചാരണമാണ് മേളയിലൂടെ ലഭിച്ചത്. പത്തനംതിട്ടയിലെ ശബരിമല ഇടത്താവളത്ത് വെച്ച് നടക്കുന്ന എന്റെ കേരളം പ്രദർശനം വിപണനമേളയിലെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്റ്റാളിലാണ് പോളിടെക്നിക് വിദ്യാർത്ഥികളുടെ പുതിയ പ്രോജക്ടുകൾ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ജില്ലയിലെ സർക്കാർ എയ്ഡഡ് പോളിടെക്നിക് കോളേജുകൾ സംയുക്തമായാണ് സ്റ്റാളിൽ പ്രദർശനം ഒരുക്കിയിട്ടുള്ളത്. ഏതൊരു സാധനത്തിന്റെയും മാതൃക ഏറ്റവും കുറഞ്ഞ ചിലവിൽ നിർമ്മിച്ചെടുക്കുന്ന 3D പ്രിന്ററാണ് സ്റ്റാളിലെ പ്രധാന ആകർഷണം. 3D പ്രിന്ററിന്റെ പ്രായോഗിക വിശദീകരണവും വിദ്യാർത്ഥികൾ നൽകുന്നുണ്ട്. ഒരു കീ ചെയിൻ അല്ലെ കീ ഹോൾഡർ ആണ്, വാളി ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കീ ഹോൾഡർ ആണ്. അതേപോലെ ഇതിപ്പോൾ ഒരു ഫോൺ ഹോൾഡർ ആണ്, നമുക്ക് എവിടോട്ട് വേണേലും തിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഫോൺ ഹോൾഡർ ആണ്. അപ്പം നമുക്ക് എന്ത് സാധനം വേണേലും ഈ രീതി 3D പ്രിന്റ് ചെയ്തെടുക്കാന്നുള്ളതാണ്. സോളാർ പാനൽ ക്ലീൻ ചെയ്യാനുള്ള ഉപകരണവും വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും വരെ നേരത്തെ തിരിച്ചറിഞ്ഞ മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനങ്ങളും ഈ മിടുക്കർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞൊരു സോളാർ പാനൽ ക്ലീനിങ് മെഷീനാണ്. ഓട്ടോമാറ്റിക്കലി നമ്മളൊരു പാനലിന്റെ മണ്ടയ്ക്ക് വയ്ക്കുമ്പം അത് ക്ലീൻ ചെയ്ത് പോകും. അത് നമ്മളൊന്നും ചെയ്യണമെന്നില്ല, ഓട്ടോമാറ്റിക്കലി വെള്ളവും വരും, ആ സെൻസറിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി മൂവ് ആയിട്ട് ക്ലീൻ ചെയ്യും. അതേപോലെ ഇതെന്ന് പറഞ്ഞ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് സിസ്റ്റമാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു ഫ്ലഡ് അതുപോലെ തന്നെ ലാൻഡ് സ്ലൈഡ് അതുപോലെ തന്നെ എർത്ത് കിക്ക് എന്നിങ്ങനെയുള്ള പ്രതിസന്ധികളെ ഇത് നേരിടും. ഇതൊരു നോട്ടിഫിക്കേഷൻ അടുത്തുള്ള വില്ലേജസിന് പാസ് ചെയ്യും. അപ്പം ആ ഒരു വില്ലേജസിന് മനസ്സിലാവും ഫ്ലഡ് വരാൻ പോവുക എന്നുള്ളത്. അപ്പം ആ ഒരു ഫ്ലഡ് വരും എന്ന് മനസ്സിലാവുമ്പോഴത്തേന് അവർക്ക് വേണം അവിടുന്ന് ഇവാക്യുവേറ്റ് ചെയ്ത് അപ്പുറത്തെ വില്ലേജിലോട്ടോ അല്ലെങ്കിൽ അപ്പുറത്തെ ക്യാമ്പിലോട്ടോ പോകാൻ പറ്റും. പ്രകൃതി ദുരന്തങ്ങളെ ഫലപ്രദമായി നേരിടാൻ ഉതകുന്ന സംവിധാനങ്ങൾ പ്രവർത്തിപ്പിച്ചും വിശദമായി പഠിപ്പിച്ചും നൽകിക്കൊണ്ടാണ് സ്റ്റാൾ ശ്രദ്ധേയമാകുന്നത്. കാർഷിക കേരളത്തിന്റെ നേർക്കാഴ്ചകളുമായി കൃഷിവകുപ്പിന്റെ സ്റ്റാളും സന്ദർശകരെ ആകർഷിച്ചു. നൂതന സാങ്കേതിക വിദ്യകൾ കാർഷിക മേഖലയിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നതിന്റെ ഉദാഹരണങ്ങൾ കൃഷിവകുപ്പിന്റെ സ്റ്റാളിൽ കാണാമായിരുന്നു. നെൽവയലുകൾക്ക് നടുവിലായി പ്രദർശിപ്പിച്ച ഡ്രോൺ പ്രധാന ആകർഷണമായി. കാർഷിക സേവനങ്ങൾ ഓൺലൈനായി ലഭ്യമാക്കുന്ന കതിർ ആപ്പും ഇവിടെ പരിചയപ്പെടുത്തി. തിരുവനന്തപുരത്ത് ഒരുങ്ങുന്ന കേരള അഗ്രോ ബിസിനസ് കമ്പനിയുടെ ലഘുമാതൃകയും കർഷകരുടെ വിളകളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുന്നതിനുള്ള സൗകര്യങ്ങളും സ്റ്റാളിൽ ഒരുക്കിയിരുന്നു.
നെൽവയലുകൾക്ക് നടുവിലായി എന്ന പോലെ പ്രദർശിപ്പിച്ചിട്ടുള്ള ഡ്രോണാണ് സ്റ്റാളിലെ പ്രധാന ആകർഷണം. നൂതന സാങ്കേതിക വിദ്യകളെ കാർഷിക മേഖലയിൽ എങ്ങനെ ഉപയോഗിക്കാമെന്നതിന്റെ ഉദാഹരണമാണ് ഈ ഡ്രോണടക്കം കാർഷിക വകുപ്പിന്റെ സ്റ്റാളിൽ ഒരുക്കിയിട്ടുള്ള പ്രദർശനങ്ങളെല്ലാം. കതിരാപ്പും സ്റ്റാളിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. കാർഷിക സേവനങ്ങളെല്ലാം ഓൺലൈൻ വഴി ലഭ്യമാക്കാനുള്ള ആപ്ലിക്കേഷനാണ് കതിരാപ്പ്. കൃഷിഭവനിൽ പോകാതെ തന്നെ ഓൺലൈൻ വഴി കർഷകർക്ക് തങ്ങളുടെ ആവശ്യങ്ങൾ ഇതിലൂടെ നേടിയെടുക്കാം. തിരുവനന്തപുരത്തൊരുങ്ങുന്ന കേരള അഗ്രോ ബിസിനസ് കമ്പനി കാബ്കോയുടെ ചെറുമാതൃകയും സ്റ്റാളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ കർഷകരുടെ വിളകൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഇവിടെ വെച്ച് തന്നെ പരിശോധിക്കാനുള്ള സൗകര്യങ്ങളും സ്റ്റാളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിളകളെ നശിപ്പിക്കുന്ന രോഗങ്ങൾ കണ്ടെത്തി അതിനുള്ള പ്രതിവിധികളും നിർദ്ദേശങ്ങളും ഇവിടെ നിന്നും ലഭിക്കുന്നു. കാർഷിക ക്ലിനിക്കിൻ്റെ ഒരു സ്റ്റോൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ കീടരോഗങ്ങൾ ഇവിടെ കൊണ്ടുവന്നാലും നമുക്ക് അതിന് പ്ലാന്റ് ഡോക്ടറുടെ സേവനം ഈ സ്റ്റോൾ വഴി നമുക്ക് നൽകി തരുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒരു കൊടക്കയിൽ ഒരു തീം സ്റ്റോളായിട്ട് തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. BFPSCയുടെ ഹോർട്ടികോപ്പിൻ്റെത്, ആത്മയുടേത് എല്ലാത്തിൻ്റെയും സ്റ്റോളും കൂടി ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെ കതിരാപ്പിൻ്റെ രജിസ്ട്രേഷൻ മെയിനായിട്ട് എല്ലാം ഒറ്റ കുടക്കീഴിൽ കൊണ്ടുവരുന്ന സൗകര്യത്തിൽ കർഷക രജിസ്ട്രേഷൻ ഉൾപ്പെടെ എല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട്. ജലത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നതായിരുന്നു ജലസേചന വകുപ്പിന്റെയും കേരള വാട്ടർ അതോറിറ്റിയുടെയും സ്റ്റാളുകൾ. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് പത്തനംതിട്ട ശബരിമല ഇടത്താവളത്തിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിലെ സ്റ്റാളിലാണ് വ്യത്യസ്തമായ മാതൃകകൾ ജലസേചന വകുപ്പ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അമ്പാട്ടുഭാഗത്തെ ലിഫ്റ്റ് ഇറിഗേഷന്റെ വിശദമായ മാതൃകയാണ് ഇതിലെ പ്രധാന ആകർഷണം. നദികളിൽ നിന്ന് ജലം വലിച്ചെടുത്ത് ഒരു വിതരണ സംവിധാനം വഴി അതെങ്ങനെ കൃഷിയിടങ്ങളിലേക്ക് എത്തുന്നു എന്നതിന്റെ മാതൃകയോടൊപ്പം നിലവിലുള്ള റോഡ്, റെയിൽ എന്നിവയുടെയൊക്കെ അടിയിൽ കൂടി ജലസേചന കനാൽ മറുവശം കടത്തിവിടാനുള്ള കോൺക്രീറ്റ് നിർമ്മിതിയായ കനാൽ സൈഫണിന്റെ പ്രവർത്തന മാതൃകയും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മെയിനായിട്ടും അമ്പാട്ട് ഭാഗം ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീം ബെനിഫിറ്റ് ചെയ്യുന്നത് 50 ഹെക്ടർ അയക്കട്ട് ഏരിയ ആണ്. കനാൽ സിസ്റ്റത്തിന് മൊത്തം 3 കിലോമീറ്റർ 57 മീറ്റർ നീളമുണ്ട്. ഈ കാണുന്നതാണ് പമ്പ് ഹൗസ്. മണിമല ആറാണ് ഈ ഒഴുകുന്നത്. മണിമല ആറിൽ നിന്ന് നമ്മൾ വെള്ളം പമ്പ് ചെയ്ത് ഈ കനാൽ സിസ്റ്റം വഴി ഈ കാണുന്ന അമ്പാട്ട് ഭാഗം പാടത്തിലേക്ക് നമ്മൾ ജലസ്രോതസ്സിൽ നിന്ന് വെള്ളം എത്തിക്കുന്നു. ഈ പമ്പ് ഹൗസിൽ 40 HP അല്ലെങ്കിൽ 30 HP ഒരു പമ്പ് മോട്ടറും കാണും. അത് വെച്ചിട്ടായിരിക്കും നമ്മളത് ചെയ്യുന്നത്. അമ്പാട്ടും ഭാഗം ലിഫ്റ്റ് ഇറിഗേഷന്റെ മനോഹരമായ മാതൃകയും കനാൽ സൈഫൺ എന്ന പുതിയ മാതൃകയുമാണ് ജലസേചന വകുപ്പ് അവതരിപ്പിച്ചത്. ഇത് കാർഷിക മേഖലയ്ക്കും കുടിവെള്ള വിതരണത്തിനും ഏറെ പ്രധാനപ്പെട്ട പദ്ധതികളാണ്. കേരള വാട്ടർ അതോറിറ്റി 3 തരത്തിലുള്ള വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റുകളുടെ മാതൃകകളാണ് പ്രദർശിപ്പിച്ചത്. പുഴയിൽ നിന്നും മറ്റും ശേഖരിക്കുന്ന വെള്ളം ശുദ്ധീകരിച്ച് വിതരണത്തിന് ഒരുക്കുന്നതിന്റെ വിവിധ ഘട്ടങ്ങൾ ഇവർ വിശദീകരിച്ചു. ജലശുചീകരണത്തിനുള്ള രാസവസ്തുക്കളുടെ പ്രദർശനവും പൊതുജനങ്ങൾക്ക് വെള്ളം പരിശോധിക്കാനുള്ള സൗകര്യവും കരുതി ഉപയോഗിക്കാം ഓരോ തുള്ളിയും എന്ന ആശയത്തിലൂന്നിയ ഫോട്ടോ കോർണറും സ്റ്റാളിലുണ്ടായിരുന്നു. പുഴയിൽ നിന്നും മറ്റും ശേഖരിക്കുന്ന വെള്ളം എങ്ങനെയാണ് ശുദ്ധീകരിച്ച് വിതരണത്തിനൊരുക്കുന്നത് എന്നതിനുള്ള പ്രവർത്തന മാതൃകയാണിത്. പുഴകളിൽ നിന്നും ജലം ശേഖരിച്ച് ശുദ്ധീകരണത്തിന് ശേഷം അവ വീടുകളിലേക്ക് എത്തുന്നതിന്റെ പ്രവർത്തനവും ജലത്തിന്റെ pH മൂല്യം എങ്ങനെ കൃത്യമാക്കാമെന്ന് തുടങ്ങിയുള്ള വിശദീകരണവും ബന്ധപ്പെട്ടവർ നൽകുന്നുണ്ട്. കേരള വാട്ടർ അതോറിറ്റിയെ സംബന്ധിച്ചിടത്തോളം പത്തനംതിട്ടയിൽ 5 ലാബുകളാണ് NABL അക്രഡിറ്റേഷൻ നാം മേടിച്ചിട്ടുള്ളത്. അത് ഈ കുടിവെള്ളത്തിൻ്റെ ഗുണനിലവാരം കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ വേണ്ടിയും അതിൻ്റെ പരിശോധനകൾക്ക് വേണ്ടിയും പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വലിയൊരു രീതിയാണ് ഈ ലാബുകളിൽ കൂടെ നാം ഉദ്ദേശിച്ചിരിക്കുന്നത്. മറ്റൊരു സെക്ഷനിലായി ജലശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള കെമിക്കൽ ഉപയോഗത്തിന്റെ സാമ്പിളുകളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്.
കൂടാതെ പൊതുജനങ്ങൾക്ക് കൊണ്ടുവരുന്ന വെള്ളം ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. കരുതി ഉപയോഗിക്കാം ഓരോ തുള്ളിയും എന്ന ആശയം മുൻനിർത്തിയുള്ള ഫോട്ടോ കോർണറും സ്റ്റാളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ പാരമ്പര്യ ചികിത്സാ രീതികളും ഔഷധ സസ്യങ്ങളും പരിചയപ്പെടുത്തുന്നതായിരുന്നു ആയുഷ് വകുപ്പിന്റെ സ്റ്റാൾ. കേട്ടറിവ് മാത്രമുള്ള 60-ലധികം വ്യത്യസ്ത ഇനം അങ്ങാടി മരുന്നുകൾ നേരിൽ കാണാനും അവയുടെ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും ആയുഷ് വകുപ്പിന്റെ സ്റ്റാളിലൂടെ സാധിച്ചു. അങ്ങാടി പെട്ടിയിലായി ഒരുക്കിയ ഈ പ്രദർശനം സന്ദർശകർക്ക് പുതിയൊരു അറിവായിരുന്നു. പലർക്കും കേട്ടറിവുകൾ മാത്രമുള്ള പല അങ്ങാടി മരുന്നും നേരിട്ട് കാണാനുള്ള വേദി ഒരുക്കിയിരിക്കുകയാണ് പത്തനംതിട്ട ശബരിമല ഇടത്താവളത്തിൽ ആരംഭിച്ച എന്റെ കേരളം പ്രദർശന വിപണനമേളയിലെ ആയുഷ് വകുപ്പിന്റെ സ്റ്റാൾ. വ്യത്യസ്ത ഇനങ്ങളിലായി 60-ലധികം അങ്ങാടി മരുന്നുകളാണ് ഇവിടെ അങ്ങാടിപ്പെട്ടിയിലായി ഒരുക്കിയിട്ടുള്ളത്. ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോയിരിക്കുന്ന പല ഔഷധങ്ങളെ പറ്റിയും ഉള്ള പേരും അവയുടെ പ്രദർശനവും കൂടാതെ അവരുടെ QR കോഡ് നമ്മൾ വെച്ചിട്ടുണ്ട്. അത് സ്കാൻ ചെയ്ത് നമുക്ക് അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റും. വനവും വന്യജീവി സമ്പത്തും സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നതായിരുന്നു വനം വന്യജീവി വകുപ്പിന്റെ സ്റ്റാൾ. വന്യജീവി പരിപാലനത്തിനായി ഉപയോഗിക്കുന്ന വിവിധ ഉപകരണങ്ങൾ, റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം വനം വകുപ്പിന്റെ സ്റ്റാളിൽ പ്രദർശിപ്പിച്ചു. അപകടത്തിൽപ്പെടുന്ന പാമ്പുകളെ രക്ഷിക്കാനുള്ള ഉപകരണങ്ങൾ മുതൽ ബോർ പാമ്പ് ആക്ഷൻ ഗൺ വരെ ആയുധ ശേഖരത്തിലുണ്ടായിരുന്നു. ഫയർ ബോൾ എന്ന ആധുനിക ഉപകരണവും ശ്രദ്ധേയമായി. വനവിഭവങ്ങളുടെ പ്രദർശനവും ഇവിടെ ഒരുക്കിയിരുന്നു. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് പത്തനംതിട്ട ശബരിമല ഇടത്താവളത്തിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണനമേളയിലാണ് കേരള വനം വന്യജീവി വകുപ്പ് വന്യജീവി പരിപാലനത്തിനായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെയും വനവിഭവങ്ങളുടെയും പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. വനം വന്യജീവി വകുപ്പിന്റെ റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ സ്റ്റാളിലാണ് വനത്തിൽ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക എല്ലാ ഉപകരണങ്ങളുടെയും പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. അപകടത്തിൽപ്പെട്ട പാമ്പുകളെ രക്ഷിക്കാനുള്ള ഉപകരണങ്ങൾ മുതൽ ബോർ പാമ്പ് ആക്ഷൻ ഗൺ വരെയുണ്ട് ആയുധശേഖരത്തിൽ. കൂടാതെ ഫയർ ബോൾ എന്ന ആധുനിക ഉപകരണവും സ്റ്റാളിലുണ്ട്. മുളങ്കാടുകളിലൊക്കെ തീ പടരുമ്പോൾ നമുക്ക് കയറി ചെല്ലാൻ പറ്റാത്ത സാഹചര്യങ്ങൾ പലപ്പോഴും ഞങ്ങൾ നേരിട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യങ്ങൾ ബോൾ ത്രോ ചെയ്യും, അതായത് ആ തീയിലോട്ട് ബോൾ ത്രോ ചെയ്യുമ്പോൾ ഒരു 70-80 ഡിഗ്രി സെൽഷ്യസിലോട്ട് ഹീറ്റായി ഈ ബോൾ ബ്ലാസ്റ്റ് ആവും. ആ ബ്ലാസ്റ്റ് ആവുന്ന സമയത്ത് അതിനകത്തൊരു പൗഡറുണ്ട്, ഒരു മോണോ അമോണിയം ഫോസ്ഫേറ്റ് എന്നൊരു പൗഡർ. ആ പൗഡർ ഫുൾ അവിടെ സ്പ്രെഡായി അവിടുത്തെ ഓക്സിജനെ അറസ്റ്റ് ചെയ്യും. ഓക്സിജനെ അറസ്റ്റ് ചെയ്ത് അവിടുത്തെ തീയെ ഇല്ലാതാക്കും. മുളയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയ കരകൗശല വസ്തുക്കൾ മേളയുടെ മറ്റൊരു പ്രധാന ആകർഷണമായിരുന്നു. കേരള സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള വാസ്തുവിദ്യ ഗുരുകുലം ഗ്രാമീണ കലാകേന്ദ്രം പദ്ധതിയുടെ സ്റ്റാളിലാണ് മുള കൊണ്ടും മറ്റ് പ്രകൃതിദത്ത വസ്തുക്കൾ കൊണ്ടുമുള്ള മനോഹരമായ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിച്ചത്. മുള കൊണ്ടുണ്ടാക്കിയ നാച്ചുറൽ സ്പീക്കർ, മൊബൈൽ സ്റ്റാൻഡ്, പേന, മഴയുടെ ശബ്ദമുണ്ടാക്കുന്ന റെയിൻ മേക്കർ എന്നിവയെല്ലാം കൗതുകമുണർത്തി. ആനകളുടെ നെറ്റിപ്പട്ടം പോലുള്ള അലങ്കാര വസ്തുക്കളുടെ പ്രദർശനവും വിപണനവും ഇവിടെയുണ്ടായിരുന്നു.
രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് പത്തനംതിട്ടയിലെ ശബരിമല ഇടത്താവളത്ത് നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് വാസ്തുവിദ്യ ഗുരുകുലം ഗ്രാമീണ കലാകേന്ദ്രം പദ്ധതിയുടെ സ്റ്റാൾ. മുളയും മറ്റും ഉപയോഗിച്ചുള്ള കരകൗശല ഉൽപ്പന്നങ്ങളാണ് സ്റ്റാളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. മുള കൊണ്ടുണ്ടാക്കിയ നാച്ചുറൽ സ്പീക്കറും മൊബൈൽ സ്റ്റാൻഡും പേനയും മുതൽ മഴയുടെ ശബ്ദമുണ്ടാക്കുന്ന റെയിൻ മേക്കർ എന്ന മുള ഉപകരണം വരെ ഇവിടെ ലഭ്യമാണ്. കൂടാതെ ആനകളുടെ നെറ്റിപ്പട്ടം മുതലായ മനോഹരമായ അലങ്കാര വസ്തുക്കളുടെ പ്രദർശനവും വിപണനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമ്മളിത് 2023 സ്റ്റാർട്ട് ചെയ്തത്. 16 വനിതകൾ ചേർന്ന സംരംഭമാണ്. സാംസ്കാരിക വകുപ്പിൻ്റെ അണ്ടർ രജിസ്റ്റർ ചെയ്ത സ്ഥാപനമാണ്. ഇതിൽ നിന്ന് നമുക്ക് കഴിഞ്ഞ സരസമേള ചെങ്ങന്നൂർ സരസമേളയ്ക്ക് നമ്മൾ പങ്കെടുത്തു. നല്ല വരുമാനവും നല്ല റീച്ചുമായിരുന്നു. അന്നേരം ഈ വിപണന മേളയ്ക്ക് നമ്മൾ ഇന്നിവിടെ പങ്കാളികളായിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലൊരു വിജയമായിട്ട് തീരും നമുക്ക് പ്രതീക്ഷയുണ്ട്. റെയിൻ മേക്കർ എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്. മഴയുടെ ശബ്ദം ബേസ് ചെയ്ത് ചെയ്തേക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണത്. ഇത് ഫുൾ ബാമ്പു ആണ്. ഇതൊരു നാച്ചുറൽ സ്പീക്കറാണ്. നമ്മൾ മൊബൈലിൽ പാട്ട് വെച്ചിട്ട് കേൾക്കാനുള്ള ഒരു നാച്ചുറൽ സ്പീക്കറാണിത്. ഇത് മുള 2 വർഷത്തോളം ഉണക്കിയെടുത്തിട്ടാണ് നമ്മൾ ചെയ്യണത്. ഇത് നാച്ചുറലായിട്ട്. സിനിമാ പ്രേമികൾക്ക് പഴയകാല ക്ലാസിക് സിനിമകൾ ബിഗ് സ്ക്രീനിൽ ആസ്വദിക്കാൻ അവസരമൊരുക്കിയ മിനി തിയേറ്ററും സജീവമായിരുന്നു. മലയാളത്തിലെ 20ലധികം ക്ലാസിക് സിനിമകളുടെ റീമാസ്റ്റർ ചെയ്ത പതിപ്പുകളാണ് മിനി തിയേറ്ററിൽ പ്രദർശിപ്പിച്ചത്. ഗോഡ്ഫാദർ, പെരുന്തച്ചൻ, നിർമാല്യം, വൈശാലി തുടങ്ങിയ ചിത്രങ്ങൾ നിറഞ്ഞ സദസ്സിലാണ് പ്രദർശിപ്പിച്ചത്. പുതുതലമുറയ്ക്ക് പഴയകാല സിനിമകളുടെ തിയേറ്റർ അനുഭവം പകരാൻ ഇത് സഹായകമായി. പഴയകാല ക്ലാസിക് സിനിമകളുടെ റീമാസ്റ്റർ ചെയ്ത പതിപ്പുകളാണ് എന്റെ കേരളം പ്രദർശന വിപണന മേളയിലെ മിനി തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്നത്. ആദ്യ ദിനത്തിൽ തന്നെ നിറഞ്ഞ സദസ്സിലാണ് പല സിനിമകളും പ്രദർശിപ്പിക്കപ്പെട്ടത്. 20ലധികം വരുന്ന മലയാളത്തിന്റെ ക്ലാസിക് സിനിമകളുടെ ബിഗ് സ്ക്രീൻ ആസ്വാദനം ഒരു പുതിയ അനുഭവമാണ് ഉണ്ടാക്കുന്നത്. തിയേറ്ററിൽ കാണാനാവാതെ പോയിട്ടുള്ള പല മികച്ച സിനിമകളും പുതുതലമുറകൾക്ക് വീണ്ടും തിയേറ്റർ ആസ്വാദനത്തിന്റെ വഴിയൊരുക്കുകയാണിവിടെ. സർക്കാരിൻ്റെ ഈ വാർഷിക പരിപാടിയുടെ ഭാഗമായിട്ട് ഇവിടെ വന്നപ്പം മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കണ്ടത് ഈ തിയേറ്റർ സൗകര്യമാണ്. ഇവിടെ നമുക്ക് പഴയകാല ചലച്ചിത്രങ്ങൾ ഒരുപാടെണ്ണം, അതൊക്കെ തന്നെ വളരെ മികച്ച ഒരു തിയേറ്റർ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇവിടെ കാണാൻ കിട്ടുക എന്ന് പറയുന്നത് പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. ഗോഡ്ഫാദർ, പെരുന്തച്ചൻ, നിർമാല്യം, വൈശാലി തുടങ്ങിയ സിനിമകളുടെ റീമാസ്റ്റർ ചെയ്ത പ്രിന്റുകളാണ് മിനി തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്നത്. ദുരന്തങ്ങളെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും അവബോധം നൽകുന്ന സ്റ്റാളും മേളയിൽ ശ്രദ്ധേയമായി. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സ്റ്റാളിൽ മണ്ണൊലിപ്പും ഉരുൾപൊട്ടലും തടയാനുള്ള മാർഗങ്ങൾ മിനിയേച്ചർ മാതൃകയിലൂടെ വിശദീകരിച്ചു. ഉരുൾപൊട്ടൽ എങ്ങനെ ശാസ്ത്രീയമായി മുൻകൂട്ടി അറിയാമെന്നതിന്റെ മാതൃകയും ഇവിടെ ഒരുക്കിയിരുന്നു. പ്രകൃതി ദുരന്തങ്ങളെ ഫലപ്രദമായി നേരിടാൻ പൊതുജനങ്ങളെ പ്രാപ്തരാക്കുക എന്നതായിരുന്നു സ്റ്റാളിന്റെ ലക്ഷ്യം. ചെങ്കുത്തായ പ്രദേശങ്ങളിൽ നിന്നും മണ്ണൊലിപ്പും ഉരുൾപൊട്ടലും എങ്ങനെ ഒരു പരിധിവരെ തടയാമെന്ന് പൊതുജനങ്ങളിൽ എത്ര പേർക്ക് അറിയുന്നുണ്ടാവും? ഈ പ്രതിരോധ മാർഗങ്ങൾ എല്ലാവർക്കും പരിചയപ്പെടുത്തുകയാണ് എന്റെ കേരളം പ്രദർശന വിപണന മേളയിലെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സ്റ്റാള്. എങ്ങനെ മണ്ണൊലിപ്പും ഉരുൾപൊട്ടലും തടയാമെന്ന മിനിയേച്ചർ മാതൃകകളിലൂടെയാണ് സന്ദർശകർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത്. ഇതിനു പുറമെ ഉരുൾപൊട്ടൽ എങ്ങനെ ശാസ്ത്രീയമായി മുൻകൂട്ടി അറിയാൻ സാധിക്കുമെന്നതിന്റെ മാതൃകയും സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട്. ദുരന്തങ്ങളുടെ വ്യാപ്തി കുറയ്ക്കുന്നതിനും പ്രകൃതി ദുരന്തങ്ങളെ ഫലപ്രദമായി നേരിടുന്നതിനും പൊതുജനങ്ങളെ പ്രാപ്തരാക്കുകയാണ് സ്റ്റാളിന്റെ ലക്ഷ്യം. നമ്മൾ കോൺക്രീറ്റ് സ്ലാബിംഗ് ഉപയോഗിച്ച് താൽക്കാലിക നിയന്ത്രണത്തിൽ മണ്ണിടിച്ചിൽ തടയുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ട്രെയിൻ വാട്ടർ ഡ്രെയിനേജ് പോകാൻ വേണ്ടിയുള്ള സംവിധാനം ഇതിനകത്തുണ്ട്. പക്ഷേ ഇതാണ് ശാശ്വതമായിട്ടുള്ള സ്ഥിരമായിട്ട് പരിസ്ഥിതി സൗഹാർദ്ദമായിട്ടുള്ള മണ്ണിടിച്ചിൽ തടയാനുള്ള ഏറ്റവും നല്ല മെത്തേഡ്. ഇതിനകത്തെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ഭാഗങ്ങളിലും ചെടികളും ബാക്കി മണ്ണുകളും കൃത്യമായ രീതിയിൽ തട്ടടിച്ച് പോകാത്ത രീതിയിൽ, അതായത് ഇതേപോലെ ഇടിഞ്ഞ് സ്ലോപ്പ് ഉണ്ടാകാത്ത രീതിയിൽ ഓരോ തട്ടുതട്ടായിട്ട് ക്രമീകരിച്ച്
ദിവസം നീണ്ടുനിന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് മെയ് 22-ന് തിരശ്ശീല വീണു. സമാപന സമ്മേളനവും ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. പത്തനംതിട്ട ശബരിമല ഇടത്താവളത്ത് നടന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയുടെ സമാപന സമ്മേളനം ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. രണ്ടാം പിണറായി സർക്കാർ 4ാം വാർഷികത്തിൽ എത്തി നിൽക്കുമ്പോൾ കേരളത്തിലുണ്ടായ മാറ്റങ്ങൾ പൊതുജനങ്ങൾക്ക് മേളയിലൂടെ നേരിൽ കണ്ട് മനസ്സിലാക്കാൻ സാധിച്ചുവെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. 7 ദിവസത്തെ മേളയിൽ വൻ ജനപങ്കാളിത്തമാണ് ഉണ്ടായത്. സർക്കാർ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും 180ഓളം ശീതീകരിച്ച സ്റ്റാളുകളാണ് പ്രദർശനത്തിനുണ്ടായിരുന്നത്. ഇവ കൂടാതെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഭക്ഷ്യമേളയും എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി. മെയ് 16-ന് ആരംഭിച്ച എൻ്റെ കേരളം പ്രദർശന വിപണന മേളയാണ് അവസാനിച്ചത്. പത്തനംതിട്ട ശബരിമല ഇടത്താവളത്തൊരുക്കിയ പ്രദർശന വിപണന മേളയുടെ സമാപന സമ്മേളനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. 2ാം പിണറായി സർക്കാർ 4ാം വാർഷികത്തിലെത്തി നിൽക്കുമ്പോൾ കേരളത്തിലുണ്ടാക്കിയ മാറ്റങ്ങൾ പൊതുജനങ്ങൾക്ക് മേളയിലൂടെ ഒറ്റനോട്ടത്തിൽ കാണാൻ സാധിച്ചു. പൊതു സമൂഹത്തിന് ഉപകാരപ്പെടുന്ന നിലയിലാണ് നമ്മൾ ഈ മേള ക്രമീകരിച്ചത്. വിവിധ വകുപ്പുകളുമായിട്ട് ബന്ധപ്പെട്ടും വിവിധ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും നമ്മുടെ ജനങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ, സേവനങ്ങൾ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ബോധവൽക്കരണം, അറിവ് സമൂഹത്തിന് പകർന്നു കൊടുക്കുന്ന നിലയിലുള്ള ക്രമീകരണങ്ങൾ ചെയ്തിരുന്നു. ഈ അവസരത്തിൽ പത്തനംതിട്ട ജില്ലയിലെ എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരോടും, കുഞ്ഞുകുട്ടി ആബാലവൃദ്ധം ജനങ്ങളോടും, ഇപ്പോൾ ഇവിടേക്ക് വരുമ്പോഴും നമുക്ക് റോഡിൽ വരാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഇവിടേക്കുള്ള ചെറിയ ബൈ റോഡുകളെല്ലാം കാറുകൾ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥിതിയാണ് ഉള്ളത്. ഇത് ഏറ്റെടുത്ത പത്തനംതിട്ടയിലെ ഞങ്ങളെല്ലാം എൻ്റെ പ്രിയപ്പെട്ടവരോട് ഹൃദയപൂർവ്വമായി നന്ദി അറിയിക്കും. 7 ദിവസങ്ങളായുള്ള മേളയിൽ വൻ ജനപങ്കാളിത്തമാണ് ഉണ്ടായിരുന്നത്. സർക്കാർ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും 180ഓളം ശീതീകരിച്ച സ്റ്റാളുകളായിരുന്നു പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. എൻ്റെ കേരളം പ്രദർശന വിപണന മേള പത്തനംതിട്ട ജില്ലയ്ക്ക് അറിവിൻ്റെയും വിനോദത്തിൻ്റെയും നവ്യാനുഭവമാണ് സമ്മാനിച്ചത്. സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കാനും വിവിധ പദ്ധതികളെക്കുറിച്ച് അവബോധം നൽകാനും സാധിച്ചു. നാടിൻ്റെ ഉത്സവമായി മാറിയ എൻ്റെ കേരളം പ്രദർശന വിപണന മേളകൾക്ക് സംസ്ഥാനത്തുടനീളം ആവേശകരമായ പരിസമാപ്തി. നാടിൻ്റെ വികസനഗാഥയും ക്ഷേമ പ്രവർത്തനങ്ങളും സാംസ്കാരിക തനിമയും ഒരു ക്യാൻവാസിൽ എന്ന പോലെ ജനങ്ങളിലേക്ക് എത്തിച്ച ഈ മേളകൾ പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി. പത്തനംതിട്ടയുടെ മണ്ണിൽ വിജയകരമായി സമാപിച്ച ഈ മഹാമേളയുടെ വിശേഷങ്ങളുമായി ഈ പ്രത്യേക പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു.